Hi, hello, welcome to my channel, The Study Spot. Today we will be discussing regarding the basic concept of hospital, and this will be the last part of this chapter. Video ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. Among the traditional system of medicines globally, Indian system of medicine has a great role. അല്ലേ, അതായത് ഒരുപാട് ട്രഡീഷണൽ സിസ്റ്റംസ് ഓഫ് മെഡിസിൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, പല പല രാജ്യങ്ങളിലായിട്ട് പല പല അവരുടേതായ രീതികളിലുള്ള പല തരത്തിലുള്ള സിസ്റ്റം ഓഫ് മെഡിസിൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്ത്യയിലും ഇന്ത്യയുടേതായ ഒരു തനത് ട്രഡീഷണൽ സിസ്റ്റം ഓഫ് മെഡിസിൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. Okay, to obtain benefit and to understand how the system functions, it is necessary to have a basic information about it. അപ്പം ഇത് എന്താണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ചെറിയ ഐഡിയ ഉണ്ടാവണം അല്ലേ, എന്നാലേ നമുക്കിത് ഇതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ്, ഇത് എന്താണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. We will also discuss regarding the medical equipments used in a hospital setting. അതായത് ആദ്യം നമ്മൾ സിസ്റ്റം ഓഫ് മെഡിസിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ നമ്മൾ രണ്ടാമത്തെ ടോപ്പിക്ക് നമ്മളതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്. അപ്പം ഇതിനെക്കുറിച്ചും നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ ഈ പോർഷനിൽ. അപ്പം നമുക്ക് സിസ്റ്റംസ് ഓഫ് മെഡിസിൻസ് ഏതൊക്കെയാന്ന് നോക്കാം. അലോപ്പതിക്, ആയുർവേദിക്, സിദ്ധ, യുനാനി, യോഗ ആൻഡ് നാച്ചുറോപ്പതി, ഹോമിയോപ്പതി. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ സിസ്റ്റം ഓഫ് മെഡിസിൻസ്. ഏതൊക്കെയാണ്? അലോപ്പതിക്, ആയുർവേദ, സിദ്ധ, യുനാനി, യോഗ ആൻഡ് നാച്ചുറോപ്പതി ആൻഡ് ഹോമിയോപ്പതി. നമുക്കിതൊക്കെ ഓരോന്നും എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അലോപ്പതിക് സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ്. അനദർ ടേം ഫോർ കൺവെൻഷണൽ ഓർ മോഡേൺ വെസ്റ്റേൺ മെഡിസിൻ. അപ്പോൾ ഇത് ഒരു തരം വെസ്റ്റേൺ മെഡിസിൻ ആണ്. ഇറ്റ് ഇസ് ആൻ എവിഡൻസ് ബേസ്ഡ് സിസ്റ്റം. അതായത് നമ്മളിപ്പോൾ ഒരു മെഡിസിൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ബോഡിയിൽ എന്ത് എഫക്റ്റ് ഉണ്ടാക്കുന്നു, എന്താണ് ചെയ്യുന്നത്, ഒരു എവിഡൻസ് ഉണ്ട് അല്ലെ, ഇത് എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലൂടെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ജർമ്മൻ ഫിസിഷ്യൻ സാമുവൽ ഹനുമാൻ കോയിൻ ദ ടേം അലോപ്പതി. അപ്പം ഇതിന്റെ നെയിം കോയിൻ ചെയ്ത്, അലോപ്പതി എന്ന് പറഞ്ഞ നെയിം കോയിൻ ചെയ്തത് സാമുവൽ ഹനുമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിസിഷ്യനാണ്. അലോപ്പതി ഡിറൈവ്ഡ് ഫ്രം 2 Greek words. അലോസ് മീനിങ് അതർ അല്ലെങ്കിൽ ഓപ്പോസിറ്റ്, പാത്തോസ് വിച്ച് മീൻസ് ഡിസീസ്. അപ്പൊ അലോപ്പതി എന്ന് പറയുന്നത് 2 ഗ്രീക്ക് വേർഡ്സ് എന്നാണ് വന്നത്. അലോസ് എന്ന് പറഞ്ഞ വേർഡിനും പാത്തോസ് എന്ന് പറഞ്ഞ വേർഡിനും. അലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതർ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എന്നാണ് മീനിങ്. പാത്തോസ് എന്ന് പറഞ്ഞാൽ ഡിസീസ് എന്നാണ്. അലോപ്പതിക് മെഡിസിൻ ഡിപ്പെൻഡ്സ് അപ്പോൺ അഡ്മിനിസ്ട്രിങ് ദ മെഡിക്കൽ ഏജന്റ് വിച്ച് ജനറേറ്റ് ദ ഓപ്പോസിറ്റ് എഫക്ട് ആസ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഡിസീസ്. അപ്പൊ ഇതെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ മെഡിസിൻ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഏജന്റ് ബോഡിയിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെന്താ ചെയ്യുക? ഇപ്പൊ ഒരു ഡിസീസ് ഒരു എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന എഫക്റ്റിന്റെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് പ്രവർത്തിക്കുന്നതിലൂടെ ആ ഡിസീസിന്റെ എഫക്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ അതാണ് അലോപ്പതിക് സിസ്റ്റം ഓഫ് മെഡിസിൻ. നെക്സ്റ്റ് വൺ ഇസ് ആയുർവേദ. Ayurveda is an ancient system of medicine originated in India and is deeply rooted in Vedic culture. അതായത് ഇത് ഒറിജിനേറ്റ് ചെയ്തേക്കുന്നത് ഇന്ത്യയിലാണ്. അപ്പൊ ഇതിന്റെ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഇത് ഒറിജിനേറ്റ് ചെയ്തേക്കുന്നത് പണ്ടുള്ള വേദിക് പീരീഡിലുള്ള ആൾക്കാരുടെ അവരുടെ വാല്യൂസ്, ബിലീഫ്സ്, അവരുടെ കൾച്ചർ, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ആണ് ഇത് ഒറിജിനേറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് ആയുർവേദ ഈസ് സ്യൂഡോ സയന്റിഫിക്. അതായത് നമുക്ക് സയന്റിഫിക് ആയിട്ട് നമുക്ക് തോന്നും, പക്ഷേ ഇതിനൊരു സയന്റിഫിക് ബേസ് ഇല്ല, അല്ലെങ്കിൽ സയന്റിഫിക് പ്രൂഫ് നമുക്ക് ഇതിന്റെ തിയറിയോ അല്ലെങ്കിൽ ഇതിന്റെ പ്രാക്ടീസിനെയോ നമുക്ക് ഇന്ന ബേസിസിലാണ് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ്സ് ആൻ ഏൻഷ്യൻ ആർട്ട്, ഹെൽത്തി ലിവിങ് ആൻഡ് ഓൾസോ വൺ ഓഫ് ദ വേൾഡ്സ് ഓൾഡസ്റ്റ് മെഡിസിൻ സിസ്റ്റംസ്. അതായത് നമ്മുടെ വേൾഡിലെ തന്നെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു മെഡിസിൻ സിസ്റ്റമാണ് ഇതിൻ്റെത്. ഇതിന്റെ എന്താ പറയാ, ഒരു ഹെൽത്തി ലിവിങ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ. It emphasizes a holistic view of health considering the interconnectedness of mind, body, spirit and senses. അതായത് പറയുന്നത് ഒരു സിംറ്റത്തിനെ അങ്ങനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതല്ല, ദ ബോഡി ആസ് എ ഹോൾ എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിനകത്ത് മെയിൻലി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്റർ കണക്റ്റഡ്നെസ് ഓഫ് ദ ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ വെൽബീയിങ് എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയുർവേദിക് system of medicine എന്ന് പറയുന്നത്. Next one is yoga and naturopathy. It's a form of alternative medicine that works in helping the body to heal itself using the force of nature.
അതായത് ഇതിനകത്ത് ഫോക്കസ് ചെയ്യുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി സ്വന്തമായിട്ട് തന്നെ ഹീൽ ചെയ്യുക. എന്താണ് നാച്ചുറൽ ഫോഴ്സ് ഉപയോഗിച്ച്. ഇതിനകത്ത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഹീലിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെർബൽ മെഡിസിൻ അല്ലെങ്കിൽ ഡയറ്റ് തെറാപ്പി അല്ലെങ്കിൽ ഡീടോക്സിഫിക്കേഷൻ ചെയ്തിട്ട് ബോഡീൻ്റെ സ്വന്തമായിട്ടുള്ള ഹീലിംഗ് എബിലിറ്റീസ് കൊണ്ട് തന്നെ ഈ അസുഖങ്ങളെ ഹീൽ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ഉപയോഗിക്കുന്നത് 5 പ്രൈമോഡിയൽ ഏജൻസ് ഓഫ് നേച്ചർ ആണ്. അതായത് എർത്ത്, വാട്ടർ, ഫയർ, എയർ വിത്ത് സ്പേസ്. ഈ 5 കാര്യങ്ങൾ ഉപയോഗിച്ച് ഹീലിംഗ് പ്രോസസ്സ് നടക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബിലീഫ് എന്ന് പറഞ്ഞാൽ. The integration of yoga and naturopathy offers a comprehensive path to holistic health and wellness, encompassing physical fitness, mental clarity, emotional balance, and spiritual growth. ഇതിനകത്ത് യോഗയും ഉണ്ട്, നാച്ചുറോപ്പതിയും ഉണ്ട്. ഓക്കെ, ഈ 2 കാര്യങ്ങളും കൂടെ ഉപയോഗിച്ച് ഒരു ഹോളിസ്റ്റിക് ഹെൽത്ത്. ഇതിനകത്ത് ഹോളിസ്റ്റിക് ഹെൽത്ത് അപ്രോച്ചാണ് പറയുന്നത് കേട്ടോ. ഇതിനകത്ത് എന്താ വെച്ചാൽ ഫിസിക്കലി ഫിറ്റ് ആവുക, മെന്റൽ ക്ലാരിറ്റി ഉണ്ടാവുക, ഇമോഷണൽ ബാലൻസ് വരിക, അതുപോലെ ഒരു സ്പിരിച്വൽ ഗ്രോത്തും ഉണ്ടാവുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യുനാനി ഇതിനകത്ത് എങ്ങനെയാണ്? ഇറ്റ് ട്രീറ്റ്സ് എ പേഴ്സൺ ആസ് എ ഹോൾ, നോട്ട് ആസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ പാർട്സ്. ഇൻഡിവിജ്വൽ പാർട്ട് ബൈ പാർട്ട് ആയിട്ടല്ല ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പം ഒരു ഹ്യൂമണിനെ ഒരു മൊത്തത്തിൽ ഹോൾ ആയിട്ടാണ് ട്രീറ്റ്മെന്റ് നടത്തുന്നത്. ഇറ്റ് ഈസ് എയിംഡ് അറ്റ് ട്രീറ്റിംഗ് ബോഡി, മൈൻഡ് ആൻഡ് സോൾ. ബോഡി ട്രീറ്റ് ചെയ്യും, മൈൻഡിനെ ട്രീറ്റ് ചെയ്യും, സോളിനെ ട്രീറ്റ് ചെയ്യും. എല്ലാം കൂടി മൊത്തത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇതിനകത്ത് നടക്കുന്നത്. The system based on Hippocratic theory of 4 humors, that is blood, phlegm, yellow bile and black bile. അപ്പൊ ഇതിനകത്ത് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ബോഡി ഫ്ലൂയിഡിനെയാണ് ഹ്യൂമർ എന്ന് പറയുന്നത്. 4 ബോഡി ഫ്ലൂയിഡിനെ ബേസ് ചെയ്തിട്ടാണ് ഹിപ്പോക്രാറ്റിക് തിയറി ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതൊക്കെയാണ്? ബ്ലഡ്, ഫ്ലെം, യെല്ലോ ബൈൽ ആൻഡ് ബ്ലാക്ക് ബൈൽ. ഫ്ലെം എന്ന് പറഞ്ഞാൽ എന്താണ്? കഫത്തിനെയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഓക്കെ, യുനാനി അതാണ്. Siddha system of medicine. It is considered to be one of the oldest system of medicine, also known as Siddha Vaidya, originated in Tamil Nadu. ഇതും ഒരു ഓൾഡസ്റ്റ് ആയിട്ടുള്ള സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ്. ഇതിനെ നമുക്ക് സിദ്ധവൈദ്യ എന്ന് പറയാം. ഇത് ഒറിജിനേറ്റ് ചെയ്തത് തമിഴ്നാട്ടിലാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കോമ്പിനേഷൻ ഓഫ് ഏൻഷ്യൻ മെഡിസിനൽ പ്രാക്ടീസസ് ആൻഡ് സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ആസ് വെൽ ആസ് ആൽക്കമി ആൻഡ് മിസ്റ്റിസിസം. അപ്പോൾ ഇത് ഒരു കോമ്പിനേഷൻ ഓഫ് എന്താണ്? ഒരു പഴയ മെഡിസിനൽ പ്രാക്ടീസസും അതുപോലെ സ്പിരിച്വൽ ഡിസിപ്ലിൻസിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. അപ്പം ഇതിൽ ആൽക്കമി എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ടെന്ന് പറയുന്നത്. ഇതെന്താണ്? മെറ്റൽസിനെ അല്ലെങ്കിൽ മിനറൽസിനെ കുറെ പ്രോസസ്സ് വഴി ഇതിനെ മെഡിസിൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്ന് പറയും. അപ്പം ഇതിനെ എന്താണ് ഇതിനെ ആക്കുക? ഇതിനെ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനിലേക്ക് കൊണ്ടുവരിക എന്നാണ് പറയുന്നത്. ഈ എന്തിനാണ്? മെറ്റൽസിനെ അല്ലെങ്കിൽ മിനറൽസിനെ. അതുപോലെ മിസ്റ്റിസിസം എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ ഡെവലപ്മെന്റ്. അപ്പൊ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ദിസ് ഫോക്കസ് ഓൺ റൂട്ട്സ്. എന്നുവെച്ചാൽ എന്താണ്? Siddha aims to treat the underlying cause of an illness rather than just symptoms. സിംറ്റംസിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതല്ല ഇവർ ഉദ്ദേശിക്കുന്നത്. ആ സിംറ്റംസ് ഉണ്ടാവാനുള്ള കോസിനെ കൂടി ഇവർ ട്രീറ്റ് ചെയ്യും. അപ്പം ഇതാണ് ഇതിനകത്ത് പറയുന്നത് ഫോക്കസ് ഓൺ റൂട്ട്സ്. അതാണ് സിദ്ധ സിസ്റ്റം ഓഫ് മെഡിസിൻ. ഹോമിയോപ്പതി. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ബിലീഫ് ദാറ്റ് ബോഡി ക്യാൻ ക്യൂർ ഇറ്റ്സെൽഫ്. ബോഡിക്ക് സ്വന്തമായിട്ട് തന്നെ ഹീൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഹോമിയോപ്പതി ഉണ്ടായിട്ടുള്ളത്. ദോസ് ഹു പ്രാക്ടീസ് ഇറ്റ് യൂസസ് ടൈനി എമൗണ്ട് ഓഫ് നാച്ചുറൽ സബ്സ്റ്റൻസസ് ലൈക്ക് പ്ലാന്റ്സ് ആൻഡ് മിനറൽസ്. പ്ലാന്റ്സ് അല്ലെങ്കിൽ മിനറൽസ് പോലെയുള്ള നാച്ചുറൽ സബ്സ്റ്റൻസസ് ഉപയോഗിച്ചാണ് ഈ അസുഖത്തെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ദേ ബിലീവ് ദീസ് സ്റ്റിമുലേറ്റ് ദ ഹീലിംഗ് പ്രോസസ്സ്. ഈ നാച്ചുറൽ സബ്സ്റ്റൻസസ് നമ്മൾ കൊടുക്കുമ്പോൾ ഇതെന്ത് ചെയ്യും? ഹീലിംഗ് പ്രോസസ്സിന് ഇത് ഹെൽപ്പ് ചെയ്യും. ഇറ്റ് വാസ് ഡെവലപ്ഡ് ഇൻ ലേറ്റ് 1700 ഇൻ ജർമ്മനി. അപ്പം ജർമ്മനിയിൽ 1700-ലാണ് ഈ ഹോമിയോപ്പതി ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്താണെന്ന് നോക്കാം. ഡയഗ്നോസ്റ്റിക് മെഡിക്കൽ എക്യുപ്മെന്റ് ഈസ് എനി ടൈപ്പ് ഓഫ് എക്യുപ്മെന്റ് ഓർ ടൂൾസ് യൂസ്ഡ് ഇൻ എ ഹോസ്പിറ്റൽ സെറ്റിംഗ് ഫോർ ദ സോൾ പർപ്പസ് ഓഫ് ഡയഗ്നോസിങ് എ പേഷ്യൻസ് കണ്ടീഷൻ. എന്താണ് പറയുന്നത്? മെഡിക്കൽ എക്യുപ്മെന്റ്സ് അല്ലേ? എന്തുതരം എക്യുപ്മെന്റ് ആയിക്കോട്ടെ, ഇത് നമ്മളൊരു ഹോസ്പിറ്റൽ സെറ്റിംഗിലാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ പർപ്പസ് എന്താണ്? പേഷ്യന്റിന്റെ കണ്ടീഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലെ? പേഷ്യന്റിന് ഒരു ഡിസീസ് കണ്ടീഷൻ ആയിട്ട് വരുമ്പോൾ ആ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സിനെ പറയുന്നതാണ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് മെഡിക്കൽ എക്യുപ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് മെഡിക്കൽ ഇമേജിംഗ് മെഷീൻസ്. ടൈപ്പ് ഓഫ് ടെക്നോളജി ദാറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് വിഷ്വൽ റിപ്രസെന്റേഷൻ ഓഫ് ദ ഹ്യൂമൻ ബോഡീസ് ഇന്റീരിയർ. അതായത് ഹ്യൂമൻ ബോഡിയുടെ ഇന്റീരിയർ അല്ലെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം നമുക്ക് മെഡിക്കൽ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ മെഡിക്കൽ മെഷീൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് വിഷ്വൽ റെപ്രസെന്റേഷൻസ് നമുക്ക് കിട്ടും. അപ്പം ഈ ഒരു ടെക്നോളജിയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്.
ഈ വിഷ്വൽ ഇമേജ് നമുക്ക് എന്ത് ചെയ്യും? വിഷ്വൽ ഇമേജ് യൂസ് ഫോർ ക്ലിനിക്കൽ അനാലിസിസ് ആൻഡ് മെഡിക്കൽ ഇന്റർവെൻഷൻ. ഈ വിഷ്വൽ ഇമേജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, അപ്പൊ ഇത് വെച്ച് നമുക്ക് എന്താണ് ക്ലിനിക്കൽ കണ്ടീഷൻ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ ഈ ക്ലിനിക്കൽ കണ്ടീഷന് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ഇന്റർവെൻഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് ഈ മെഡിക്കൽ ഇമേജിംഗ് മെഷീൻസ് കൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ഈ മെഡിക്കൽ ഇമേജിംഗ് മെഷീൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്? CT, കമ്പ്യൂട്ടർ ടോമോഗ്രഫി, പിന്നെ MRI, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് USG, അൾട്രാസൗണ്ട്, ഓക്കെ, അൾട്രാസോണോഗ്രഫി എന്ന് പറയും, പിന്നെ എക്കോ കാർഡിയോഗ്രഫി. ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന മെഡിക്കൽ എക്യുപ്മെന്റ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ is stethoscope. It is a medical device used for auscultation or listening to internal sounds of an animal or human body. ഓക്കെ, അതായത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഇന്റേണൽ സൗണ്ട്സ് അറിയാൻ വേണ്ടിയിട്ട്, അതിപ്പോൾ ആനിമൽസിനായിക്കോട്ടെ ഹ്യൂമൻ ബോഡിക്ക് ആയിക്കോട്ടെ. അപ്പോൾ ഇന്റേണൽ സൗണ്ട്സ് എന്തൊക്കെയാണ്? നമ്മുടെ സ്റ്റൊമക്കിന് സൗണ്ട് ഉണ്ടാവും, നമ്മുടെ ഹാർട്ടിന് സൗണ്ട് ഉണ്ടാവും, നമ്മുടെ ബോഡിയിൽ ലങ്സിന് സൗണ്ട് ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് ഓസ്കൾട്ടേഷനിലൂടെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇറ്റ് ഇസ് ടിപ്പിക്കലി എ small disc-shaped resonator that is placed against the skin, one or more tubes connected to the earpiece. എന്താ അത് പറയുന്നത്? അതായത് ഒരു ഡിസ്ക് ഷേപ്പിലുള്ള ഒരു റെസൊനേറ്റർ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ ബോഡിയിൽ നമ്മൾ അല്ലെങ്കിൽ സ്കിന്നിൽ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ ഇതിന്റെ 2 ട്യൂബ് ഉണ്ടാവും. അപ്പൊ ഈ 2 ട്യൂബ് നമ്മൾ ചെവിയിൽ വെച്ചേക്കായിരിക്കും. അപ്പം ഈ ബോഡിയിൽ ഉണ്ടാകുന്ന സൗണ്ട് നമുക്ക് ചെവിയിൽ നമുക്ക് കേൾക്കാൻ പറ്റും, അല്ലെ? അപ്പൊ ഇതാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ടെക്നോളജി, അല്ലെങ്കിൽ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ടിപ്പിക്കലി എ സ്മോൾ ഡിസ്ക് ഷേപ്പ് റെസൊനേറ്റർ ദാറ്റ് ഇസ് പ്ലേസ്ഡ് അഗെയിൻസ്റ്റ് സ്കിൻ, അല്ലെ? 1 or 2 tubes connected to the earpiece. ചെവിയിൽ വെച്ചിട്ടുണ്ടാവും, അല്ലെ? ഇയർപീസ് വെച്ച് ഈ ട്യൂബ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ചെവിയിൽ വെക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ബോഡിയിൽ വെക്കുമ്പോൾ ബോഡിയിൽ ഉണ്ടാകുന്ന സൗണ്ട് നമുക്ക് ചെവിയിൽ കേൾക്കാൻ പറ്റുന്നത്. ഓക്കെ, BP apparatus. Sphygmomanometer, also known as blood pressure monitor or blood pressure gauge, is a device used to measure the blood pressure. Composed of an inflammable cuff to collapse and then release the artery under the cuff in a controlled manner, and a mercury or aneroid manometer to measure the pressure. അപ്പോൾ ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ BP apparatus നമുക്ക് സ്പിഗ്മോമാനോമീറ്റർ എന്ന് പറയാം. ഓക്കെ, ഇതെന്താ ചെയ്യുന്നത്? BP മോണിറ്റർ ചെയ്യുക അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യുന്നത് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ്? ഇതിനകത്തൊരു ഇൻഫ്ലേമബിൾ കഫ് ഉണ്ടാവും. ഇത് നമ്മൾ കയ്യിൽ കെട്ടിയേക്കും. എന്നിട്ട് ഇതെന്താണ് സംഭവിക്കുക? ഇതിന്റെ നമ്മൾ ഈ ആർട്ടറിനോട് അടുത്ത് കെട്ടിയേക്കുന്നത്, അല്ലെ? അപ്പം നമ്മൾ ഈ കഫ് നമ്മൾ ടൈറ്റ് ആക്കുകയും ലൂസ് ആക്കുകയും ചെയ്യുമ്പോൾ ഒരു പ്രത്യേക, അല്ലെ, കൺട്രോൾഡ് മാനറിൽ നമുക്ക് ചെറുതായിട്ടാണ് നമ്മൾ ടൈറ്റ് ആക്കി കൊടുക്കുന്നത്, അതുപോലെ ലൂസ് ആക്കി കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഹൈ BP-യും ലോ BP-യും നമുക്ക് അറിയാൻ പറ്റും. അത് നമുക്ക് ഓസ്കൾട്ടേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെ? ആ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെ നമുക്കത് അറിയാൻ പറ്റും. ഇപ്പോൾ അല്ലാതെ നമുക്ക് മെഷീൻസ് ഉണ്ട്, നമുക്ക് ഇത് ചെയ്യുമ്പോൾ ഇൻഫ്ലേറ്റ് ചെയ്യാൻ ഡിഫ്ലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂസ് കാണാൻ പറ്റും. അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് BP apparatus. Next one is pulse oximeter. That is an electronic device to measure the saturation of oxygen carried into your red blood cells. നമ്മുടെ ബോഡിയിലുള്ള ഓക്സിജൻ സാച്ചുറേഷൻ, ഓക്സിജന്റെ ലെവൽ എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൾസ് ഓക്സിമീറ്റർ യൂസ് ചെയ്യുന്നത്. നോർമലി 100% ആണ് നമ്മളെ ഓക്സിജൻ സാച്ചുറേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് പൾസ് ഓക്സിമീറ്റർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഡ്യൂറബിൾ മെഡിക്കൽ എക്യുപ്മെന്റ്, അല്ലെ? നമുക്ക് കുറച്ച് നാൾ ഉപയോഗിക്കാൻ പറ്റുന്ന മെഡിക്കൽ എക്യുപ്മെന്റിനെയാണ് പറയുന്നത്, അല്ലെ? അപ്പൊ ഏതൊക്കെയാണ് ഡ്യൂറബിൾ മെഡിക്കൽ എക്യുപ്മെന്റ് ഏതെന്ന് നമുക്ക് നോക്കാം. വീൽ ചെയർസ്, ഹോസ്പിറ്റൽ ബെഡ്, പിന്നെ വാക്കേഴ്സ്, ക്രച്ചസ്, കെയിൻസ്, അല്ലെ? വാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. വാക്കേഴ്സും ക്രച്ചസും കെയിൻസ് എന്ന് പറഞ്ഞാൽ വാക്കിംഗ് സ്റ്റിക്കാണ് കേട്ടോ. പിന്നെ ട്രാക്ഷൻ എക്യുപ്മെന്റ്. അപ്പം നമ്മൾ ഫ്രാക്ചർ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പേഷ്യന്റിനെ കിടത്തിയിട്ട് വെയിറ്റ് ഉപയോഗിച്ച് ആ ഭാഗം കറക്റ്റ് പൊസിഷനിൽ വെക്കുന്നതിനാണ് ട്രാക്ഷൻ എക്യുപ്മെന്റ് ഉപയോഗിക്കുന്നത്. പിന്നെ പ്രഷർ മാട്രസ്, പിന്നെ ഇൻസുലിൻ പമ്പ്, അല്ലെ? ഇൻസുലിൻ കൊടുക്കാൻ ഉപയോഗിക്കുന്ന പമ്പ്, പിന്നെ നെബുലൈസേഴ്സ്, പിന്നെ പേഷ്യന്റ് ലിഫ്റ്റ്, വെന്റിലേറ്റേഴ്സ്. ഇതൊക്കെയാണ് ഡ്യൂറബിൾ മെഡിക്കൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? കുറച്ചൊന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. വീൽ ചെയർസ്, ഹോസ്പിറ്റൽ ബെഡ്, വാക്കേഴ്സ്, ക്രച്ചസ്, കെയിൻസ്, ട്രാക്ഷൻ എക്യുപ്മെന്റ്, പ്രഷർ മാട്രസ്, ഇൻസുലിൻ പമ്പ്, നെബുലൈസേഴ്സ്, പേഷ്യന്റ് ലിഫ്റ്റ്, വെന്റിലേറ്റേഴ്സ്. ഓക്കെ, BiPAP machine. If you have trouble breathing, a BiPAP machine can help push air into your lungs. അതായത് ബ്രീത്തിങ്
പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് നമ്മൾ ഹെൽപ്പ് അല്ലെ അവർക്ക് ബ്രീത്ത് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഷീനാണ് ബൈപ്പാപ്പ് മെഷീൻ എന്ന് പറഞ്ഞാൽ. ഇതെന്ന് പറഞ്ഞാൽ ഒരു നോൺ ഇൻവേസീവ് ആയിട്ടുള്ള വെന്റിലേഷനാണ്. അതായത് നോൺ ഇൻവേസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കിന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് അങ്ങനെ ചെയ്യേണ്ടതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പുറമേ നിന്ന് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് ഇതിനകത്ത് നമ്മളൊരു മാസ്ക് ഉപയോഗിച്ചിട്ട് പേഷ്യൻ്റെ ഫേസിൽ വെക്കും. അങ്ങനെ പേഷ്യന് ബ്രീത്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഓക്സിജൻ ഇൻടേക്ക് എടുക്കാൻ പറ്റാതെ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കളയാൻ പറ്റാത്ത പേഷ്യൻസ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഈ മെഷീൻ വെച്ചിട്ട് നമുക്ക് അവർക്ക് അവരുടെ പ്രോപ്പർ ബ്രീത്തിങ് അവർക്ക് എനേബിൾ ആക്കി കൊടുക്കുക എന്നുള്ളതാണ് ബൈപ്പാപ്പ് മെഷീൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. സോ നമ്മളിന്ന് സിസ്റ്റം മെഡിസിൻസും അതുപോലെ മെഷീൻസ് അല്ലെ മെഡിക്കൽ എക്യുപ്മെന്റ്സും നമ്മൾ കണ്ടു എന്താണെന്നുള്ളത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ഹോസ്പിറ്റൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.